രണ്ടാമത്തെ ക്രിസ്മസ് ആണ്. നല്ല ഒരു സെലിബ്രേഷൻ്റെ മുകളിലോട്ട് എല്ലാവരും എത്തിയിട്ടുണ്ട്. പുലിക്കളി അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ബോൺനാത്താലെ. ഇപ്പോൾ കുട്ടികളും പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ളവരൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് വന്നിട്ട് ഒരുപാട് ദിവസത്തെ പരിചയമുള്ളത് പോലെയാണ് പെട്ടെന്ന് വന്ന് സംസാരിക്കുന്നത്. ഇപ്പോൾ സർവീസിൽ കയറുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചത് ഇപ്പോൾ ഈ ഒരു രീതിക്കായിരിക്കണം കൂടുതലായിട്ടുള്ള ആൾക്കാർ കണക്റ്റ് ഉണ്ടാവണം. പിന്നെ എന്തായാലും ഈ ഒരു പോസ്റ്റ് ഏതൊരു പോസ്റ്റും ആവട്ടെ എല്ലാവർക്കും സാധിക്കുന്നതാണ്, ഒരാളിൽ നിന്നും വ്യത്യസ്തമല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തി വേണമെന്ന് സർവീസിൽ കയറുന്നതിന് മുമ്പ് എനിക്കൊരു ചിന്ത ഉണ്ടായിരുന്നു. പല സ്ഥലത്തും പോകുമ്പോഴത്തേക്ക് ഒരു ഫിറ്റ്നസ് കൾച്ചർ കുറച്ചെങ്കിലും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇടുക്കിയിൽ ഏലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്, ഏലപ്പാറ പഞ്ചായത്ത്. അതിനുശേഷം അവിടെ മെയിൻലി പ്ലാന്റേഷൻ ഏരിയ ആണ്. അപ്പോൾ അവിടെ ബോണാമി എന്നൊരു കാവക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീടായിട്ടുള്ളത്. പ്ലാന്റേഷൻ ഏരിയ ആണ്. TCV ആക്ച്വലി വന്നപ്പോൾ തൊട്ട് തന്നെ നല്ലൊരു ബന്ധം TCV ആയിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് ഇപ്പം നാട്ടിലെ ഓരോ വാർത്തകൾ പോലും എത്തിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാദേശിക ചാനലായ TCV ആണ്. ഇതാ വീണ്ടും ഒരു ക്രിസ്മസ് ദിനം വന്നെത്തിയിരിക്കുകയാണ്. എല്ലാ TCV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ക്രിസ്മസ് കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സമ്മാനങ്ങളുടെ കാലമാണല്ലോ. നമ്മൾ TCV പ്രേക്ഷകർക്കായിട്ട് ഒരു സമ്മാനം ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഏറെ പ്രിയപ്പെട്ട തൃശ്ശൂരിന്റെ സ്വന്തം കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS അദ്ദേഹത്തിന്റെ ക്രിസ്മസ് വിശേഷങ്ങളും മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് TCV പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. സർ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. സാറിനും ക്രിസ്മസ് ആശംസകൾ. എങ്ങനെയുണ്ട് തൃശ്ശൂർ വന്നിട്ട് ഇത് രണ്ടാമത്തെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അതെ, രണ്ടാമത്തെ ക്രിസ്മസ് ആണ്. നല്ല ഒരു സെലിബ്രേഷൻ്റെ മുകളിലോട്ട് എല്ലാവരും എത്തിയിട്ടുണ്ട്. കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. നമുക്ക് ഇലക്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ തിരക്കായിരുന്നു, പഞ്ചായത്ത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട തിരക്കുകളായിരുന്നു. പക്ഷെ അത് തിരക്ക് മാറിയപ്പോഴത്തേക്ക് ആ ഒരു ക്രിസ്മസ് സെലിബ്രേഷനിലോട്ട് വന്നിട്ടുണ്ട്. എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും ആ ഒരു സെലിബ്രേഷൻ ഉണ്ട്. ഇപ്പോൾ ഓഫീസുകളിലായാലും മറ്റു പുറത്തായാലും നമ്മൾ കരോള്, ഇപ്പോൾ കേക്ക്സ്, പിന്നെ അതുമായിട്ട് മാർക്കറ്റ്സൊക്കെ കാണുമ്പോഴത്തേക്ക് ആ ഒരു മൂഡിലോട്ടാണ് എല്ലാവരും കാണുന്നത്. നമുക്ക് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. എല്ലായിടത്തും ക്രിസ്മസ് വൈബ് ആയിട്ടുണ്ടല്ലേ? അതെ, എല്ലായിടത്തും ക്രിസ്മസ് വൈബ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ തൃശ്ശൂരിനെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 27-ാം തീയതി നമ്മൾ ബോൺനത്താലെയാണ്. തൃശ്ശൂരിന്റെ സ്വന്തം വലിയൊരു ആഘോഷമാണല്ലോ. നമ്മൾ തൃശ്ശൂർ പൂരം അല്ലെങ്കിൽ ഓണം ആഘോഷം ഒക്കെ ഉള്ളതുപോലെ തന്നെയാണ് ക്രിസ്മസ് കാലത്തുള്ള ബോൺനത്താലെ. വേൾഡ് റെക്കോർഡൊക്കെ ഉള്ള ഒരു ആഘോഷമാണ്. നമ്മുടെ തൃശ്ശൂർ റൗണ്ട് നിറയെ പാപ്പന്മാരും കരോൾ സോങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു ആഘോഷം. അതിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെ എത്തി? അതെ, കഴിഞ്ഞ ബോൺനത്താലിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ പൂരം, പുലിക്കളി അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ബോൺനത്താലെ. നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു 15,000-ന് മേലെ പാപ്പാമാർ പങ്കെടുത്തുകൊണ്ട് നല്ലൊരു ആഘോഷമായിട്ടുള്ള പ്രോഗ്രാമാണ് അത്. കഴിഞ്ഞ പ്രാവശ്യം ആക്ച്വലി എല്ലാം എനിക്കൊരു ഫസ്റ്റ് ആയിരുന്നു. പൂരം തൊട്ട് പുലിക്കളി തൊട്ട് ബോൺനത്താലെ വരെ എല്ലാം ഫസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഒരു എന്താണെന്നുള്ള അറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പിന്നെ അതിനുശേഷം അതിനുള്ള വെയിറ്റിംഗ് ആയിരുന്നു. എക്സ്പീരിയൻസ്ഡ് ആയി. അപ്പോൾ അടുത്ത ആഘോഷങ്ങൾ എപ്പോഴാണ് വരുന്നതെന്നുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കാൻ ഒരുപാട് ആഘോഷങ്ങളുണ്ട് തൃശ്ശൂർ. പക്ഷെ അത് എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടും പങ്കെടുത്തുകൊണ്ടും അതിൽ നമ്മൾ വേണ്ട സൗകര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്. അതേപോലെ തന്നെയാണ് ബോൺനത്താലയിലും. നമ്മളിപ്പോൾ റൗണ്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ തൃശ്ശൂരിന് മാത്രം അംഗീകരിക്കാവുന്നതാണ് നല്ല റൗണ്ട് ആയിട്ടുള്ളത്, സ്വരാജ് റൗണ്ട്. അപ്പം അത് മിക്കവാറും പൂരത്തിൻ്റെ സമയത്തും ഫുള്ളായിട്ട് നടക്കാറുണ്ട്, പുലിക്കളിയിൽ സമയത്തും ഫുള്ളായിട്ട് നടക്കാറുണ്ട്, ബോൺനത്താലിൻ്റെ സമയത്തും ഒരു റൗണ്ട് ഒഫീഷ്യലായിട്ട് തന്നെ നടക്കാറുണ്ട്. അല്ലാതെ ഓടാൻ പോകുമ്പോഴത്തേക്ക് അതുവഴി ഓടാറുണ്ട്. പക്ഷെ ഓഫീസ് ടൈമിൽ ഒഫീഷ്യലായിട്ട് അതുവഴി ഫുള്ളായിട്ട് ഒരു റൗണ്ട് വെക്കാറുണ്ട്. തൃശ്ശൂരുള്ള ആളുകളെക്കാൾ കൂടുതൽ തൃശ്ശൂർ റൗണ്ട് കറങ്ങിയിട്ടുള്ള ആളായിരിക്കും സാറ്. അതെ. തൃശ്ശൂരിനെ സാർ എങ്ങനെയാ കാണുന്നത്? പ്രത്യേകിച്ച് ആഘോഷങ്ങളുടെ പറയുമ്പോഴത്തേക്ക് ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ കഴിഞ്ഞ 2024 ഈ പൂരത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം അതുമായിട്ട് പ്രശ്നങ്ങളായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പം ജില്ലയിൽ ജോയിൻ ചെയ്യുന്നപ്പോഴത്തേക്ക് ആ ഒരു പൂരം നല്ല ഭംഗിയായിട്ട് നടത്തണമെന്നത് ഒരു പ്രയോറിറ്റി ആയിരുന്നു. മറ്റു വിഷയങ്ങളും ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ഒരു പ്ലാനിങ് കൂടെ തന്നെയാണ് വന്നത്. അപ്പം അത് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ ആക്ച്വലി ഭരണകൂടത്തിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ അത് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ദേവസ്വങ്ങളുണ്ടാവും, മറ്റൊരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ നിന്നുകൊണ്ട് എല്ലാവരുടെയും ഒറ്റ ലക്ഷ്യമാണ്. അപ്പോൾ അതെല്ലാം ഭംഗിയായിട്ട് നടത്തുക, ഒരു പ്രശ്നമില്ലാതെ. ജനങ്ങളും ആ ഒരു രീതിക്കാണ് കാണുന്നത്.
സാറിന്റെ കൂടെ ഓരോരോ പരിപാടിക്ക് ജോയിൻ ചെയ്യാനും ഭയങ്കര ആവേശത്തോടു കൂടി വരുന്ന കുട്ടികളെ കാണാറുണ്ട്. അതുപോലെ തന്നെ മീറ്റ് ദ കളക്ടർ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം തന്നെ സാറ് കുട്ടികൾക്കായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുട്ടികളുമായിട്ട് വളരെ നല്ലൊരു ബോണ്ടിങ് കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെങ്ങനെ കാണുന്നു? ആ കുട്ടികളുമായിട്ടുള്ള ആ ഒരു ബോണ്ടിങ്ങിനെ പറ്റി ഒന്ന് പറയൂ. അത് ആക്ച്വലി നല്ലൊരു ബോണ്ടിങ് ആയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളും പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ളവരൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് വന്നിട്ട് ഒരുപാട് ദിവസത്തെ പരിചയമുള്ളത് പോലെയാണ് പെട്ടെന്ന് വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്കും ആ ഒരു ഫീലിംഗ് തന്നെയാണ് അവരെ കാണുമ്പോൾ തോന്നുന്നത് പലപ്പോഴും. ഈ കുട്ടികളായിട്ടുള്ള ബോണ്ട് പ്രധാനമായിട്ടും നമ്മൾ ഈ മീറ്റ് ദ കളക്ടർ പ്രോഗ്രാം എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ചെറുതായിരിക്കുമ്പോൾ പലപ്പോഴും കണ്ടിട്ടില്ലാത്തൊരു ഓഫീസുകളൊക്കെയാണ് കളക്ടർ ഓഫീസ്, കളക്ടർ അങ്ങനെയൊക്കെ. നമ്മൾ പലപ്പോഴും അവധിയൊക്കെ പ്രഖ്യാപിക്കുന്നത് കേട്ടിട്ടുണ്ടാവും. പക്ഷെ എവിടെയാണെന്നുള്ളത്, പ്രത്യേകിച്ച് ഇടുക്കി എടുക്കുകയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 2.5 മണിക്കൂർ എടുക്കും കളക്ടറേറ്റിലോട്ട് പോകാൻ. നമ്മൾ സാധാരണ അങ്ങോട്ട് പോകാറില്ല, നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. പിന്നെ അല്ലാതെ നമ്മൾ പല സമയത്ത് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാംസിനൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകാറുണ്ട്. പക്ഷേ ആരും ഇങ്ങോട്ട് വന്നിട്ട് അങ്ങനെ കണ്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാറില്ല. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് തോന്നിയത് അല്ലാതെ കുട്ടികൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ള ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പം എങ്ങനെ ഉണ്ടാവും എന്ന് അറിയില്ലായിരുന്നു. ഉള്ള ഒരു സ്കൂള് വന്നിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇല്ലെങ്കിൽ കുട്ടികൾക്ക് മാത്രമല്ല എക്സ്പീരിയൻസ്, നമുക്കും എക്സ്പീരിയൻസ് ആണ്. കുട്ടികളുടെ ആ ഒരു പുതിയൊരു ജനറേഷൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ, ഇപ്പോൾ പ്രധാനമായിട്ട് ഇത് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഇതെല്ലാം അവരുമായിട്ടൊരു ഇൻഫോർമൽ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ എന്നുള്ള രീതിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അത് ചിലപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണെന്നുള്ള അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ സ്കൂളുകളുടെ പ്രവർത്തനം, പിന്നെ മൊത്തത്തിലൊരു മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ഒരുപാട് ഇപ്പോൾ ഏകദേശം 59 ആഴ്ച നമ്മൾ പിന്നിട്ടു. അത് റെഗുലറായിട്ട് നടക്കുന്നുണ്ട്. ഇലക്ഷൻ്റെ ഒരു 1-2 ആഴ്ച അങ്ങനെ നടത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ വരുന്ന കുട്ടികൾക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് പോകുന്നത്. സാറിനെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ചെറുപ്പത്തിലൊക്കെ കളക്ടറേറ്റ് അല്ലെങ്കിൽ കളക്ടർ എന്നൊക്കെ പറയുന്നത് നമുക്ക് വേറെ ഒരു കാറ്റഗറിയാണ്, നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു കാറ്റഗറി ആയിട്ടാണ് കുറച്ചു കാലം മുൻപ് വരെ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറി ജനങ്ങളോട് അത്രയും അടുത്ത് നിൽക്കുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പൂരം ആവട്ടെ, ഓണാവട്ടെ, ബോണ്ണത്താലി ആവട്ടെ, ഏതൊരു ആഘോഷം ആവട്ടെ, ജനങ്ങളോട് ഇഴുകിച്ചേർന്ന് അവരോടൊപ്പം പ്രവർത്തിക്കുന്ന, അവരോടൊപ്പം ആഘോഷിക്കുന്ന സാറിനെ പോലുള്ള കളക്ടേഴ്സ് ഇപ്പോൾ പല സ്ഥലത്തും അങ്ങനെ കുറെ പേരെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റം അത് ഫീൽ ചെയ്യുന്നുണ്ടോ? സാറിന് മനസ്സിലാവുന്നുണ്ടോ? ജനങ്ങൾക്ക് കളക്ടേഴ്സിനോടുള്ള ആ ഒരു അടുപ്പത്തിൽ വന്നിട്ടുള്ള ആ ഒരു മാറ്റം മനസ്സിലാകുന്നുണ്ടോ, ഫീൽ ചെയ്യുന്നുണ്ടോ? പലപ്പോഴും നമ്മളെ കാണാൻ വരുന്നതിൽ കൂടുതലായിട്ടുള്ള ട്രസ്റ്റ് ആ ഒരു ഭരണകൂടത്തിനോടും കളക്ടർ എന്നുള്ള പോസ്റ്റിനോടും കൂടുതൽ ആൾക്കാർ കാണിക്കാറുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം കയറുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ സർവീസിൽ കയറുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചത് ഇപ്പോൾ ഈ ഒരു രീതിക്കായിരിക്കണം കൂടുതലായിട്ടുള്ള ആൾക്കാർ കണക്റ്റ് ഉണ്ടാവണം. പിന്നെ എന്തായാലും ഈ ഒരു പോസ്റ്റ്, ഏതൊരു പോസ്റ്റും ആവട്ടെ, എല്ലാവർക്കും സാധിക്കുന്നതാണ്, ഒരാളിൽ നിന്നും വ്യത്യസ്തമല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തി വേണമെന്ന് സർവീസിൽ കയറുന്നതിന് മുമ്പ് എനിക്കൊരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ആ ഒരു രീതിക്കുള്ള വർക്കാണ് ഞാൻ പരമാവധി ചെയ്യുന്നത്. കാരണം നമ്മൾ പലപ്പോഴും പല പൊസിഷനിലും കാണുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുമോ അങ്ങനെയുള്ളൊരു ചിന്തയൊക്കെ വരും. പക്ഷെ എല്ലാവരും ഓരോരുത്തരും ഇപ്പോൾ എന്നെപ്പോലെ സ്കൂളിൽ പഠിച്ച് ഓരോ കാര്യങ്ങൾ പഠിച്ചിട്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് വന്നിട്ടാണ് ഓരോരുത്തർ ആ പൊസിഷനിലോട്ട് എത്തുന്നത്. എന്നുവെച്ചാൽ ആ ഒരു ചിന്ത എല്ലാവരിലോട്ടും എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യവും കൂടെ ഉണ്ട്. അപ്പോൾ ആ രീതിക്കാണ് എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആക്ച്വലി നമുക്ക് ഒരുപാട് നല്ല കാര്യമാണുള്ളത്. ഇപ്പോൾ കൂടുതൽ കാര്യം നമുക്ക് പ്രശ്നങ്ങൾ എന്താണ് ആക്ച്വൽ ഇഷ്യൂ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം എന്താണ് പ്രശ്നം, എവിടെയാണ് ഇടപെടേണ്ടത് ആക്ച്വലായിട്ട്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായത്. നമ്മൾ തൃശ്ശൂരിനെ കുറിച്ച് പറഞ്ഞു. തൃശ്ശൂർ റൗണ്ടിൽ ഒരുപാട് തവണ കറങ്ങുന്ന കാര്യമൊക്കെ പറഞ്ഞു. തൃശ്ശൂരിലെ പല ഭാഗങ്ങളിലും സൈക്ലിങ്ങിനും റണ്ണിങ്ങിനും ഒക്കെ ആയിട്ട്, ഹൈക്കിങ്ങിനൊക്കെ ആയിട്ട് സാർ എപ്പോഴും പോകുന്നതാണല്ലോ. ഇനി അങ്ങനെ പോകാനായിട്ട് ഏതെങ്കിലും സ്ഥലം ബാക്കിയുണ്ടോ? അങ്ങനെ പ്ലാനിൽ ഇരിക്കുന്നുണ്ടോ? ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു ഇതുണ്ടായിരുന്നു. അപ്പം നമ്മൾ റണ്ണിങ് അതുപോലത്തെ ആക്ടിവിറ്റി ചെയ്യാറുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ സമയം കിട്ടുമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ വന്നതിന് ശേഷം അപ്പോൾ എൻ്റെ ഹോബിയും ഒരു ആക്ടിവിറ്റി ആയിട്ട് ക്ലബ് ചെയ്തു. നമുക്കൊരു മെസ്സേജും ആവും, സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജും ആയി. എൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു ആക്ടിവിറ്റി ചെയ്ത പോലെ ആയി. പക്ഷെ നമ്മൾ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴത്തേക്ക് റണ്ണിങ്ങിൻ്റെ ആക്ടിവിറ്റി ആയാലും ഒരുപാട് പേരാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു റൺ ഉണ്ടായിരുന്നു പാറളത്ത്. അത് നമ്മൾ പാടത്തിൽ കൂടെ ഉള്ള ഒരു റണ്ണായിരുന്നു. ഏകദേശം 200 പേരുടെ അടുത്ത് പങ്കെടുത്തു. അപ്പൊ അതിലെ ആ ഒരു ടീം മാർത്ത എന്നുള്ള ഒരു ക്ലബ്ബായിരുന്നു. അപ്പൊ അവര് കഴിഞ്ഞ ഫുൾ മാരത്തോൺ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഫെബ്രുവരിയിൽ. അപ്പൊ ആ ഒരു മാരത്തോണിന് ശേഷം രൂപീകരിച്ച ഒരു ക്ലബ്ബ്, അതിനുശേഷം കൂടുതൽ ആൾക്കാർ അതിലോട്ട് വന്നു. പിന്നെ അവരൊരു കിഡ്സ് റണ്ണൊക്കെ നടത്തി. പിന്നെ അങ്ങനെ ഏകദേശം കഴിഞ്ഞ ആഴ്ച നടത്തിയപ്പോഴത്തെ ഏകദേശം 200-ന് മേലെ ആൾക്കാർ പങ്കെടുത്തുകൊണ്ട് നല്ലൊരു റണ്ണായിരുന്നു. ആക്ച്വലി നമ്മൾ പല സ്ഥലത്തും പോകുമ്പോഴത്തേക്ക് ഒരു ഫിറ്റ്നസ്
കൾച്ചർ കുറച്ചെങ്കിലും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മേഖലയിലേക്ക്, ഈ ഒരു ഫിറ്റ്നസ് നോക്കുന്ന കാര്യത്തിലേക്ക് ഇനിയും ആളുകൾ എത്തേണ്ടതായിട്ടുണ്ടല്ലോ. സാറിന് എന്താണ് ഇപ്പൊ ചിലവരൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറിപ്പോകുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറെ കാറ്റഗറിയിൽ പെട്ട ആളുകളുണ്ട്. അപ്പൊ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ആക്ച്വലി സ്പോർട്സ് മേഖല എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതും പക്ഷെ അത്രത്തോളം ശ്രദ്ധ എത്താത്ത ഒരു ഫീൽഡാണ്. നമുക്ക് ഒരുപാട് ടാലൻസ് ഉണ്ട്. നമ്മളിപ്പം ഇന്റർനാഷണൽ ലെവൽ ഈവൻസിൽ അങ്ങനത്തെ ഇതിലൊക്കെ ആരെങ്കിലുമൊക്കെ പങ്കെടുത്ത് മെഡൽ നേടുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് ആഘോഷിക്കാറുണ്ട്. പക്ഷേ അവരൊക്കെ എത്തുന്ന ഒരു ജേർണി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഇതിൽ കൂടെ ആയിരിക്കും. പലപ്പോഴും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്പോർട്സ് മീറ്റിൽ പങ്കെടുത്തിട്ട് പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു. കുന്നംകുളത്ത് വെച്ച് നടന്നതാണ്. അപ്പോൾ അവിടേക്ക് പല കുട്ടികൾ ഷൂ പോലും ഇടാതെ ആണ് ഓടിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഓരോ സിറ്റുവേഷനിൽ കൂടെയാണ് കുട്ടികൾ ഓരോ മുന്നേറി ഇതുപോലത്തെ ഈവൻസിലോട്ട് എത്തുന്നത്. പക്ഷേ സ്പോർട്സിന് നമുക്ക് നല്ലൊരു ടാലൻ്റ് ഉണ്ട്. ജില്ലയിൽ ആക്ച്വലി ഒരുപാട് അക്കാഡമീസ് ഉണ്ട്, ഒരുപാട് PT ടീച്ചേഴ്സൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു സപ്പോർട്ട് ആ സ്പോർട്സ് ഫീൽഡിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പെർഫോമൻസ് നമ്മൾ നാഷണൽ ലെവലിൽ ഇന്റർനാഷണൽ ലെവലിലൊക്കെ അത് ചെയ്യാൻ സാധിക്കും. സാറ് ഇത്രയും ഫിറ്റ്നസ് നോക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ എങ്ങനെയാണ്? അത് ആളുകൾക്ക് അറിയാനായിട്ട് താല്പര്യം ഉണ്ടായിരിക്കില്ല. സാറിന്റെ ഒരു ഡെയിലി ലൈഫിൽ വരുന്ന ഫുഡ് ഹാബിറ്റ് എന്തൊക്കെ കഴിക്കില്ല അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ ഇനീഷ്യലി റണ്ണിങ് അതുപോലത്തെ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നത്. നമ്മൾ ചെറുതായിരിക്കും ഒരുപാട് നടക്കുക, ഒരുപാട് ആക്റ്റീവ് ആയിരിക്കും ബോഡി. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ജോലിയിലൊക്കെ കയറുമ്പോഴത്തേക്ക് ഫിസിക്കലി കുറച്ച് ആക്റ്റീവ് ആവുന്നത് കുറയും. പിന്നെ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഇപ്പം ഫുഡ് ആക്ച്വലി നല്ലോണം കഴിക്കുന്നതാണ്. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടുള്ള ആക്ടിവിറ്റി ഞാൻ ചെയ്തു തുടങ്ങിയത്, റണ്ണിങ് ഒക്കെ ചെയ്തു തുടങ്ങിയത്. പക്ഷെ അപ്പോൾ തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അത് പ്ലാൻ ചെയ്യാറുണ്ട്. പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. പക്ഷെ ആക്ടിവിറ്റീസ് ഒരുപാട് ചെയ്യാറുണ്ട്, റണ്ണിങ്, സൈക്ലിങ്. ഇപ്പോൾ ഒരേ ആക്ടിവിറ്റി അല്ല, ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി, വർക്കൗട്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ഡൈവേഴ്സ് ആയിട്ട് ചെയ്യാറുണ്ട്. സാറിന് ഇപ്പോൾ ഒരുപാട് തിരക്കുകളുള്ള ഒരു ഇതാണ്, കുറെ ടെൻഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ ഔദ്യോഗിക ജീവിതം ഇത്രയും തിരക്കോട് കൂടി പോകുന്നു, ഒപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫിറ്റ്നസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ചെയ്തു പോകുന്നു. അപ്പൊ ഇതൊക്കെ കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് പൊതുവെയുള്ള ഒരു സംശയമാണ്. അപ്പൊ സാറിന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം. ഈ ആക്ടിവിറ്റീസ് ആക്ച്വലി ഞാൻ പ്യുവർലി ലൈക്ക് ഹോളിഡേയ്സ് അല്ലെങ്കിൽ ഓഫീസിനെ ബാധിക്കാത്ത രീതിയിലാണ് ചെയ്യാറ്. ചിലപ്പോൾ ഇത് ചെയ്യുന്നത് ചിലപ്പോൾ ലൈക്ക് എക്സ്ട്രാ കുറച്ച് ടൈം കൂടെ ഓഫീസിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇത് ബാധിക്കാത്ത ചില ദിവസങ്ങളിലൊക്കെ രാവിലെ ഓടും, എന്നിട്ട് മിക്കവാറും 8 മണിക്കൊക്കെ ആയിരിക്കും ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ ദിവസം ഓരോ പോലെയാണ്. നോർമലി ലൈക്ക് ഞാൻ ഒരു അറൗണ്ട് ഒരു 6 o'clock ആകുമ്പോഴത്തേക്ക് ഒന്നേ റണ്ണിങ് അല്ലെങ്കിൽ സൈക്ലിംഗ് അല്ലെങ്കിൽ വർക്കൗട്ട് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാറുണ്ട്. നമ്മൾ പ്ലാൻഡ് ആയിട്ടല്ല. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും, ഏതാ റൂട്ട് എന്ന് പറഞ്ഞാൽ അവിടെ മിക്കവാറും ഓടും കുറച്ച് ദൂരം. ചില സമയത്ത് സ്വിമ്മിങ് അങ്ങനെ പോകാറുണ്ട്. ഏതാണ് ആ ദിവസത്തെ ഒരു ഇതുപോലെ ചെയ്യാറുണ്ട്. പിന്നെ അതിനുശേഷം നോർമലി ഒരു 9:30 തൊട്ടാണ് ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാറ്. മിക്കവാറും ഇപ്പോൾ ഒന്നെങ്കിൽ ഇപ്പോൾ ജില്ലാ കളക്ടറേറ്റിൽ തന്നെയുള്ള മീറ്റിംഗ്സ് ഉണ്ടാവും, പിന്നെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ട്രിവാൻഡ്രത്തുള്ള എന്തെങ്കിലുമൊക്കെ മീറ്റിംഗ്സ് ഉണ്ടാവും, ഓൺലൈനായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടാവും. പിന്നെ ലൈക്ക് ഞാൻ ഉച്ചയ്ക്ക് 12 തൊട്ട് 1 മണി വരെയാണ് പബ്ലിക്കിന് കാണാറ്. അപ്പോൾ അത് കുറച്ച് പേര് കാണാൻ വരാറുണ്ട്. പിന്നെ അതിനുശേഷം എന്തെങ്കിലുമൊക്കെ ഹിയറിങ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒഫീഷ്യലായിട്ടുള്ള പ്രോഗ്രാംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഉണ്ടാവും. ഏകദേശം ഒരു നോർമൽ ഡേ ഒരു 6:30 ആ ഒരു ടൈം വരെ ആകുമ്പോഴത്തേക്ക് തീരാറുണ്ട്. പക്ഷേ പല സമയത്തും നമ്മൾ പ്ലാൻ ചെയ്തായിരിക്കില്ല ഓരോ ദിവസം ഉണ്ടാവുക. എന്തെങ്കിലുമൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ചേഞ്ച് ഉണ്ടാവും. എങ്കിലും എല്ലാം കൂടെ അങ്ങനെ മാനേജ് ചെയ്ത് പോകും അല്ലേ? അതെ, ആക്ച്വലി ഇത് ഒരു രസമാണ്. ആക്ച്വലി ഓരോ ദിവസവും നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. ഇപ്പം അടുത്ത ദിവസം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഏകദേശം ഉണ്ടാവും, പക്ഷെ ചിലപ്പോൾ അതുപോലെ ആയിരിക്കില്ല. അത് നല്ലതല്ല ആക്ച്വലി. ചിലപ്പോൾ ചലഞ്ചിങ് ആയിരിക്കും, അത് പോകുമ്പോഴത്തേക്ക് ലൈഫ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അല്ലാതെ എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ്. അപ്പൊ സാർ തൃശ്ശൂരിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് ഇടുക്കിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇടുക്കിയിലെ ഓർമ്മകള്, വിശേഷങ്ങള് ഒക്കെ ഒന്ന് പറയൂ. ഇടുക്കിയിലെ ആക്ച്വലി ഇടുക്കിയിൽ ഏലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്, ഏലപ്പാറ പഞ്ചായത്ത്. അതിനുശേഷം അവിടെ മെയിൻലി പ്ലാന്റേഷൻ ഏരിയ ആണ്. അപ്പോൾ അവിടെ ബോണാമി എന്നൊരു കാവക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീടായിട്ടുള്ളത്. പ്ലാന്റേഷൻ ഏരിയ ആണ്. ഇപ്പോൾ കൂടുതൽ ലയം അതുപോലത്തെ ഏരിയാസ് ഉള്ളൊരു സ്ഥലമാണ്. കമ്പാരിറ്റീവ്ലി ഒരു ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു സ്ഥലം പോലെയാണ്. അവിടെയാണ് ജനിച്ചതും പഠിച്ചതും എല്ലാം അവിടെ തന്നെയാണ്. പഠനമൊക്കെ ഇടുക്കിയിൽ തന്നെയായിരുന്നു? ഇടുക്കി തന്നെയായിരുന്നു. ഞാൻ ഹയർ സെക്കൻഡറി +1 +2 ട്രിവാൻഡ്രത്തായിരുന്നു ചെയ്തത്. അതിനുശേഷം BTech ആണ് ചെയ്തത്, TKM എഞ്ചിനീയറിംഗ് കോളേജ് കൊല്ലത്ത്. അതിനുശേഷം ഒരു 2 years ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് സിവിൽ സർവീസിൻ്റെ പ്രിപ്പറേഷനിലോട്ട് ഇറങ്ങിയത്. ഒരു 2 years ഫുള്ളായിട്ട് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. 2016 എക്സാം എഴുതി 2017 ബാച്ചായിട്ട് ഞാൻ സർവീസിൽ കയറി.
നമുക്ക് സിവിൽ സർവീസ് വേണം എന്നുള്ളൊരു എഴുതണം, ഒന്ന് ട്രൈ ചെയ്യണം എന്നൊക്കെയുള്ള തോട്ട് അതെപ്പോ വന്നത്? കാരണം ബിടെക് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഒരു എഞ്ചിനീയർ ലൈഫായിരുന്നു, ജോലിയും ചെയ്തത് അവിടെയാണ്. പിന്നീട് എപ്പോഴാണ് ഒന്ന് ഡൈവേർട്ട് ചെയ്ത് IAS എന്നുള്ളൊരു മോഹം വന്നത് എപ്പോഴായിരുന്നു? ഇപ്പം സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിൽ പഠിക്കുമ്പോഴോ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. നമ്മൾ ആ ഒരു സമയത്ത് കോളേജ് ഫിനിഷ് ചെയ്യുക, അതിനുശേഷം ഒരു ജോലിയിൽ കയറാം. അപ്പോൾ ആ ഒരു പഠിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച ഒരു ഫീൽഡിനെ കുറിച്ചാണ് നമുക്കറിയാവുന്നത്. അപ്പോൾ ആ ഒരു ഫീൽഡിൽ തന്നെ ഏതെങ്കിലും ഒരു ജോലി കയറുക, ആ ഒരു ലക്ഷ്യമായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ത്രൂ ആണ് സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോയിൻ ചെയ്തത്. പക്ഷെ അതിനുശേഷം ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് ഒരു പഠിച്ച ഒരു ഫീൽഡിലുള്ള ഒരു ജോലിയായിരുന്നു. പക്ഷെ അതിനുശേഷം ഇപ്പോൾ PG ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു, MTechനുള്ളത്. ഗേറ്റ് എക്സാം എഴുതണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടെ കയറിയപ്പോഴത്തേക്ക് ഒരു കംഫർട്ട് സോണിലായി, അത് നീണ്ടു പോയി. പിന്നീട് അപ്പോഴാണ് ഒരു ചിന്ത ഉണ്ടായത്, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യണം, ഏതെങ്കിലും നല്ലൊരു ജോബ് വേണം. അപ്പോൾ ആ ഒരു രീതിക്കുള്ള ചിന്ത ആ ഒരു സമയത്താണ് ഉണ്ടായത്. ഇപ്പോൾ ഇനീഷ്യലി ഒരു കുറച്ച് ദിവസം 3 മാസം ലീവ് എടുത്തു. ഇപ്പം കൂടെ ഉണ്ടായിരുന്ന 1-2 പേരും കൂടെ ചേർന്നിട്ട് സിവിൽ സർവീസ് പ്രിപ്പറേഷന് പോയി. ട്രിവാൻഡ്രത്തായിരുന്നു ജോയിൻ ചെയ്തത്. അപ്പോൾ അപ്പോഴാണ് ഫുള്ള് സിവിൽ സർവീസിനെ കുറിച്ച് മൊത്തത്തിൽ എന്താണ് സിവിൽ സർവീസ് എക്സാം എന്നുള്ളത് മനസ്സിലാക്കുന്നത്. പക്ഷെ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് ചെറുപ്പം തൊട്ട് തന്നെ വായിക്കണം, ജനറൽ നോളേജ് ഒക്കെ ഒരുപാട് അറിയണം, അങ്ങനത്തെ കുറച്ച് മൈൻഡിലൊക്കെ ഇങ്ങനെ കേട്ട് അറിവുള്ളതുണ്ടായിരുന്നു. പക്ഷെ അതുമായിട്ട് എനിക്ക് ബന്ധമില്ലായിരുന്നു. പക്ഷെ അപ്പോൾ ഇനീഷ്യലി ഒരു പേടി ഉണ്ടായിരുന്നു എന്താണെന്നുള്ളതും, പിന്നെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനെന്നുള്ളതും. അപ്പം അങ്ങനെ അപ്പോൾ ഇനീഷ്യലി പോയി ജോയിൻ ചെയ്തു. എന്തായാലും ആ ഒരു സമയം വരുമ്പോഴത്തേക്ക് നമ്മൾ താനെ അത് സ്ട്രോങ് ആയി പോകും. എന്തായാലും നമുക്ക് വേണ്ട ജോബ് വേണം, ഇനി ഒരു സമയമില്ല, ഒരുപാട് ലേറ്റ് ആയെന്നുള്ളൊരു ഫീലിംഗ്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് ഇപ്പം എന്തായാലും ട്രിവാൻഡ്രത്തേക്ക് പോയി. അപ്പോൾ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ജോയിൻ ചെയ്തു. എന്നിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കുറച്ച് പ്രിപ്പയർ ചെയ്യുന്ന അനുസരിച്ചിട്ട് കുറച്ചൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തു. പിന്നെ അപ്പോൾ അധികം ലീവ് എടുക്കാൻ പറ്റില്ലായിരുന്നു, പിന്നെ റിസൈൻ ചെയ്തു. പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അവിടെ പോയപ്പോഴും നല്ലൊരു ടീം കിട്ടിയായിരുന്നു. അവിടെ കുറച്ച് നല്ല ഒരു ഫ്രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, നല്ലൊരു ടീം ഉണ്ടായിരുന്നു, നല്ലൊരു ടീം വർക്കായിട്ട് നമ്മുടെ അവിടെ ചെയ്തു. പിന്നെ അതിനുശേഷമാണ് പ്രിലിംസ് ക്ലിയർ ചെയ്തു. പക്ഷെ ആ ഒരു വർഷം മെയിൻസ് ക്ലിയർ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ പക്ഷേ അത് പ്രിലിംസ് ക്ലിയർ ചെയ്ത് മെയിൻസ് എഴുതിയത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മെയിൻസ് എക്സാം എങ്ങനെയുണ്ടെന്നുള്ളത് മനസ്സിലായി. ഇപ്പം എക്സാമിൻ്റെ പാറ്റേൺ ഏകദേശം ഐഡിയ, എവിടേക്കാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് മനസ്സിലായി. അത് പിന്നീട് നെക്സ്റ്റ് ഇയറിൽ ഭയങ്കര ഹെൽപ്ഫുള്ളായി. അത് കറക്റ്റ് ചെയ്ത് എഴുതിയപ്പോഴത്തേക്ക് അത് ക്ലിയർ ചെയ്യാൻ സാധിച്ചു. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു പോലെ, പക്ഷെ ഒരു 2 വർഷം നല്ല എഫേർട്ട് തന്നെയാണ്. ആ ഒരു സമയത്ത് തോന്നിയിരുന്നു വേണ്ടായിരുന്നു, മറ്റേ ജോലി തന്നെ മതിയായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു? അല്ല, മറ്റേ ജോലി തന്നെ മതിയായിരുന്നു തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ ചില സമയത്തൊക്കെ നമ്മൾ സ്ട്രെസ് തോന്നും. ഇപ്പോൾ പക്ഷേ നല്ലൊരു ടീം ഉണ്ടായിരുന്നുകൊണ്ട് അധികം സ്ട്രെസ് തോന്നിയില്ല. അത് പ്രിപ്പറേഷൻ നല്ലോണം എൻജോയ് ചെയ്ത് തന്നെയാണ് ചെയ്തത്. നല്ലൊരു ടീം ഉണ്ടായിരുന്നുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഒരു പേടി വരും, ഒരു വർഷം കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ആ ഒരു ഫീൽ ഇടയ്ക്കിടയ്ക്ക് വരും. അതും കുറച്ച് വേണം. എല്ലാം ഉണ്ടെങ്കിലും ഉണ്ട്, പക്ഷെ അത് ബാലൻസ് ചെയ്തിട്ട് അത് പോകാൻ പറ്റി. ഇനി വീണ്ടും നമ്മൾ തൃശ്ശൂരിന്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ 2026 പുതിയ വർഷം തുടങ്ങുമ്പോൾ തന്നെ സ്റ്റേറ്റ് കലോത്സവം, കൗമാരക്കാരുടെ ഏറ്റവും വലിയ കലോത്സവം നടക്കുന്നത് നമ്മുടെ തൃശ്ശൂരാണല്ലോ. അപ്പൊ അതിൻ്റെതായ കുറെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഒക്കെ ചെയ്ത് കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അതിന്റെ പണികളൊക്കെ തുടങ്ങിയ? അതെ, അതിന്റെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ തന്നെ അതിന്റെ തുടങ്ങി. അപ്പോൾ പ്രധാനമായിട്ടും വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് കംപ്ലീറ്റ്ലി നോക്കുന്നത്. പക്ഷേ ജില്ലാ ഭരണകൂടം വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു കോർഡിനേഷൻ നമ്മുടെ ജില്ലയിൽ ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാ രീതിക്കും നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പം സാധാരണ തൃശ്ശൂർ നടക്കുമ്പോൾ സ്പെഷ്യൽ ആയിരിക്കണമല്ലോ, പ്രത്യേകിച്ച് ഒരു ആഘോഷമാകുമ്പോഴത്തേക്ക് ഇതെല്ലാവരും പറയണം തൃശ്ശൂരിലെ കലോത്സവം ഏറ്റവും മികച്ചതായിരുന്നു എന്നുള്ളത്. ഇനിയും ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാലും തൃശ്ശൂരിലെ കലോത്സവം ആൾക്കാർ ഓർത്തിരിക്കണം. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെയാണ് എല്ലാ രീതിക്കും പ്ലാൻ ചെയ്തു പോകുന്നത്, എല്ലാവരുമായിട്ട് ചേർന്നിട്ട്. ബഹുമാനപ്പെട്ട മിനിസ്റ്റേഴ്സും മറ്റു ഓഫീസേഴ്സും മറ്റു വകുപ്പുകളും എല്ലാവരുമായിട്ട് ചേർന്നിട്ട് എല്ലാ പ്രവൃത്തികളും നടന്നു വരുന്നുണ്ട്. ജനുവരി 14 തൊട്ട് 18 വരെയാണ് അതിൻ്റെ പ്രവൃത്തികളെല്ലാം. ഒരുപാട് ഇനി മീറ്റിങ്സ് നടത്താനുണ്ട്. നല്ലൊരു ഫെസ്റ്റിവൽ തന്നെയായിരിക്കും നമുക്കുള്ളത്. അടുത്ത വർഷം തുടങ്ങുന്നത് തന്നെ നല്ലൊരു പൂരത്തോട് കൂടിയിട്ടാണ് തുടങ്ങാൻ പോകുന്നത്. അതോടുകൂടെ വെടിക്കെട്ട് പോലെയാണ് ഓരോരോ ആഘോഷങ്ങൾ ഇനി വരാനിരിക്കുകയാണല്ലോ. 2026 ജനുവരിയോട് കൂടെ നമ്മളിങ്ങനെ കലോത്സവം, അത് കഴിഞ്ഞ പൂരം വരെയായി, അങ്ങനെ തുടങ്ങുകയാണ്. അതെ, ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ജനുവരി ആകുമ്പോഴത്തേക്ക് പൂരത്തിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. അല്ല, ഇപ്പൊ കഴിഞ്ഞതുപോലെയുള്ളത്, ഇപ്പൊ പൂരം കഴിഞ്ഞ പോലെയാണ്. അപ്പൊ അടുത്തതിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ TCV, തൃശ്ശൂരിന്റെ സ്വന്തം ചാനലാണല്ലോ TCV. ഇവിടുത്തെ തൃശ്ശൂരത്തെ ഓരോ കുഞ്ഞു വാർത്തകളും വിശേഷങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ജനങ്ങളുടെ മനസ്സിലും തൃശ്ശൂർക്കാരുടെ മനസ്സിലും TCVക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. സാറിനും TCVക്കും നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. അപ്പൊ TCVയെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? TCV ആക്ച്വലി വന്നപ്പോൾ തൊട്ട് തന്നെ നല്ലൊരു
ബന്ധം TCV ആയിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് ഇപ്പം നാട്ടിലെ ഓരോ വാർത്തകൾ പോലും എത്തിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാദേശിക ചാനലായ TCV ആണ്. കൂടാതെ തന്നെ പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ അടുത്ത് പ്രവർത്തിച്ച ആക്ച്വലി ഈ ഒരു പാലപ്പള്ളി റണ്ണിലായിരുന്നു. അപ്പോൾ എല്ലാ സ്ഥലത്തും പോയി റണ്ണ് നടത്താറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പാലപ്പള്ളിയിൽ റണ്ണ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തായിരുന്നു ഒരു ഓട്ടം ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രതീക്ഷിക്കാതെ ആയിരുന്നു കൂടെ ഉണ്ടായിരുന്ന സൽമാൻ എന്ന് പറഞ്ഞൊരു കുട്ടി നമ്മൾ ഒരുമിച്ച് ഓടുകയും പെട്ടെന്നൊരു ചോദ്യം ചോദിക്കുകയും അത് ആക്ച്വലി TCVന്റെ എല്ലാവരും ഉണ്ടായിരുന്നു ആ സമയത്ത്. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടായിരിക്കും ആ ചോദ്യം. ഓടി കളക്ടറെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം സ്കൂളിന് അവധി തരുമോ എന്ന കുട്ടി ചോദിക്കായിരുന്നു അല്ലേ? അതിന് ശേഷം സാറ് ഒരു അവധി പ്രഖ്യാപിക്കുന്ന സമയം വന്നപ്പോൾ അത് സൽമാനായിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയും ചെയ്തു. അതൊക്കെയാണ് സാറിന് എനിക്ക് തോന്നുന്നു ആളുകളുടെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹവും അടുപ്പമൊക്കെ ഉണ്ടാക്കിയ ഒരു ഇൻസിഡന്റ് അതാണ്. അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും ഇങ്ങനത്തെ ഇൻസിഡൻസ് ഒരുപാട് നടക്കാറുണ്ട്. നമ്മുടെ ഡെയിലി തന്നെ പല ഇൻസിഡൻസ് ഇങ്ങനെ നടക്കുന്നു. പക്ഷെ അതും പലതും ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു ഇൻസിഡൻറ്റ് കറക്റ്റ് ആ ഒരു TCVന്റെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതത് കൃത്യമായി ക്യാപ്ചർ ചെയ്യുകയും ചെയ്തു. അത് വളരെ നല്ലൊരിതായിരുന്നു. ഞാനും തീരെ പ്രതീക്ഷിച്ചില്ല. ആക്ച്വലി അന്ന് ഓടിയപ്പോഴത്തേക്ക് ഇനി ഒരു കിലോമീറ്ററും കൂടെ ഉണ്ടായിരുന്നു. അപ്പം അതിനു മുമ്പായിരുന്നു സൽമാൻ എന്നോട് ചോദിച്ചത് ഇത് ഓടി തോപ്പിച്ചു കഴിഞ്ഞാൽ അവധി തരുമോ എന്നുള്ളത്. പക്ഷെ ഞാൻ അപ്പോൾ 1 കിലോമീറ്റർ എന്താണ് മറുപടി പറയുമെന്നുള്ളത് ആലോചിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അത് മഴയില്ല. അതെ. പക്ഷെ ഭാഗ്യത്തിന് വേറൊരു അവസരം നമുക്ക് കിട്ടി. ആ ഒരു സമയത്ത് സൽമാന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പൊ അങ്ങനെ TCVനെ കുറിച്ച് പറയുമ്പോൾ സാറിന്റെ മനസ്സിലുള്ള ഓർമ്മ അതായിരിക്കല്ലേ, അന്നത്തെ പാലപ്പള്ളിയിലുള്ള ഓട്ടം ആയിരിക്കല്ലേ? അതെ, ഫസ്റ്റ് ആദ്യം വരുന്ന അതാണ്. പിന്നെ അല്ലാതെ നമ്മുടെ ഈവൻസിനൊക്കെയും ഫ്രണ്ടിൽ TCV ഉണ്ടാവാറുണ്ട്. ഇപ്പൊ നമ്മുടെ ചെറിയ പ്രോഗ്രാംസ് ആയാലും എല്ലാത്തിനും TCV വന്നിട്ട് അത് കവർ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ കലോത്സവത്തിനൊക്കെ ഫുള്ളായിട്ട് ലൈവായിട്ട് എല്ലാ പരിപാടികളും ജനങ്ങളിലേക്ക് എത്തിച്ചത് TCV ആണ്. അപ്പോൾ അത് പ്രത്യേകിച്ചും കലോത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് ജില്ലാതലത്തിൽ എത്തുന്ന കുട്ടികൾക്കാണെങ്കിൽ അവരുടെ ഈവൻറ്റ്സ് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അവർക്ക് ആ ജീവിതകാലം ഫുള്ള് ആ ഒരു മെമ്മറി പോലെയാണ് ഉണ്ടാവാറ്. സാറിന്റെ ഫാമിലിയെ കുറിച്ചുകൂടെ, അത് നമുക്ക് അത്രയും അറിയാത്തൊരു ഏരിയ ആണ്, ഫാമിലിയെ കുറിച്ചുകൂടെ ഒന്ന് പറയും. ഫാമിലി അച്ഛൻ കൃഷിയാണ്, പിന്നെ അമ്മ അംഗൻവാടി ടീച്ചറാണ്, പിന്നെ ഒരു സിസ്റ്റർ ഉണ്ട്, പിന്നെ വൈഫ് ഡോക്ടറാണ്, ഗവൺമെൻറ്റിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. തൃക്കൂർ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ലീവിലാണ്. ഒരു 4 മാസം പ്രായമായിട്ടുള്ള കുട്ടിയുണ്ട്, തൻവിക എന്നാണ് പേര്. അപ്പോൾ ഫാമിലിയുടെ ഒപ്പം ആണോ ഇത്തവണത്തെ ക്രിസ്മസ്? ഫാമിലി നാളെ എല്ലാവരും വരും. അപ്പോൾ അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നാളെ പിന്നെ സാധാരണ ഏതെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസ് വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഹോംസോ പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രൈബൽ സെറ്റിൽമെൻറ്റ് അങ്ങനെ എന്തെങ്കിലും സ്ഥലങ്ങളിൽ പോവാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ട്. എവിടെയാണെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് ആഘോഷിക്കണമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് വേറൊരു രീതിയിലായിരിക്കുമല്ലോ, കളക്ടറുടെ ക്രിസ്മസ് ആയിരിക്കും. പക്ഷേ ചെറുപ്പത്തിലൊക്കെ ക്രിസ്മസ് ആഘോഷിച്ചതിൻ്റെ ഓർമ്മകൾ ഉണ്ടായിരിക്കുമല്ലോ, അത് എങ്ങനെയൊക്കെയായിരുന്നു? നന്നായിട്ട് ആഘോഷിക്കാറുണ്ടോ? അതെ, ചെറുപ്പത്തിൽ ആക്ച്വലി നല്ലോണം ആഘോഷിക്കാറുണ്ട്. ഇപ്പോൾ ആക്ച്വലി ജെന്യുവൻലി പറയുകയാണെങ്കിൽ നമുക്ക് ഓരോ ദിവസം ഇങ്ങനെ എല്ലാ ദിവസവും ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഇപ്പോൾ നാളെയും ഒരു സെയിം ആയിട്ടുള്ള ഒരു ദിവസമാണ്, പക്ഷെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. ചെറുപ്പത്തിലൊക്കെ ആയിരിക്കുമ്പോഴത്തേക്ക് ഇടുക്കിയിലൊക്കെ ആണെങ്കിൽ ഉള്ള ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ പ്ലാന്റേഷൻ ഏരിയ ആണ്. വീടുകളൊക്കെ ഒരുപാട് ഡിസ്റ്റൻസ് ആണ്. ഇപ്പോൾ ലയം അതുപോലത്തെ ആണ് ഉണ്ടാവുക. ഇപ്പോൾ ജില്ലയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ മലക്കപ്പാറ അതുപോലെയാണ്, ഏകദേശം അതുപോലെയാണ്. നമ്മൾ ചെറുപ്പമാകുമ്പോഴത്തേക്ക് ഈ കരോളൊക്കെ പോകാറുണ്ട്. അത് നല്ലൊരു ഇതാണ്. ഞാൻ കുറേ വട്ടം പോയിട്ടുണ്ട്. നമ്മൾ കൂടെയുള്ള ഫ്രണ്ട്സുമായിട്ട് ചേർന്നിട്ട് അങ്ങനെ കരോളിന് പോകും. പിന്നെ ഓരോ വീടുകളിലൊക്കെ പോകും. പിന്നെ തിരിച്ചു വരുന്നത് രാത്രിയൊക്കെ ആയിരിക്കും. അത് നമുക്ക് നല്ലൊരു എൻജോയ്മെൻ്റ് ആണ്. ഞാൻ കൂടെ തന്നെ ചെറിയ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെലവിനുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടുകയും ചെയ്യും. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ. പ്രധാനമായിട്ട് അതാണ് ഓർമ്മ വരുന്നത്. നല്ല നല്ല ക്രിസ്മസ് ഓർമ്മകളായിട്ടാണ് അല്ലേ? ഇപ്പോഴും നമ്മൾ ക്രിസ്മസ് വരുമ്പോൾ ആ ഓർമ്മകളായിരിക്കും കൂടുതൽ അല്ലേ? അതെ, കരോളിനെ കാണുമ്പോഴത്തേക്ക് അതാണ് ഓർമ്മ വരുന്നത്. അപ്പൊ എന്തായാലും സാറിന്റെ ക്രിസ്മസ് വിശേഷങ്ങളും പിന്നെ ഒരുപാട് കുറേ വിശേഷങ്ങൾ, നമ്മൾ അധികം പ്രേക്ഷകർക്ക് പരിചിതമല്ലാത്ത കുറേ കാര്യങ്ങൾ, സാറിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ ഈ ക്രിസ്മസ് ദിനത്തിൽ ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഇത്രയും സമയം ഞങ്ങൾക്കായിട്ട് TCV പ്രേക്ഷകർക്കായിട്ട് മാറ്റി വെച്ചതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. അപ്പോൾ ഈ ക്രിസ്മസ് ദിനത്തിൽ ക്രിസ്മസ് സമ്മാനമായിട്ട് TCV പ്രേക്ഷകർക്ക് നമ്മൾ ഒരുക്കിയ ഈ ഇന്റർവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. നമ്മൾക്കേറെ പ്രിയപ്പെട്ട തൃശ്ശൂർ കളക്ടറായിട്ടുള്ള അർജുൻ പാണ്ഡ്യൻ IAS വിശേഷങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇന്ന് ഈ ഒരു ഇന്റർവ്യൂ നടന്ന ഈ ഒരു ലൊക്കേഷൻ വരുന്നത് ഗോൾഡൻ വില്ലാസ് ആൻഡ് റിസോർട്ട്സ് പൂമലയിലാണ്. അപ്പോൾ എന്തായാലും പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടെ
മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.